ചേച്ചി, ഈ വി ഡി സതീശനെ ലക്ഷ്യമിട്ട് കേരളത്തിലെ CPM നേതാക്കന്മാർ നീക്കം തുടങ്ങിയിട്ട് നാളുകളേറെയായി. ചില മാധ്യമങ്ങളും അതിന് അദ്ദേഹത്തിനെ തകർക്കുമെന്ന ലക്ഷ്യത്തോടു കൂടി CPM നടത്തുന്ന നീക്കങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിക്കുന്നു, അല്ല മാധ്യമങ്ങളുടെ സഹായം ലഭിക്കുന്നുണ്ട്. ഇപ്പോൾ ഏറ്റവും അവസാനം പുനർജനി പദ്ധതിയുമായി ബന്ധപ്പെട്ടാണ് വി ഡി സതീശനെതിരെ CBI അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ പുനർജനി പദ്ധതി നമുക്കറിയാം 2018-2019 വർഷം 2 വർഷം കേരളത്തിൽ അടുപ്പിച്ച് പ്രളയമുണ്ടാവുകയും ആ പ്രളയത്തിൽ ഏറ്റവും കൂടുതൽ നാശനഷ്ടമുണ്ടായ ഒരു നിയോജക മണ്ഡലമാണ് പറവൂർ നിയോജകമണ്ഡലം. ആ പറവൂർ നിയോജകമണ്ഡലത്തിൽ പുനർജനി എന്ന പേരിൽ വി ഡി സതീശൻ ഒരു പദ്ധതി പ്രഖ്യാപിക്കുകയും 229 വീടുകൾ മാത്രം വീട് നഷ്ടപ്പെട്ട ആളുകൾക്ക് നിർമ്മിച്ചു നൽകി. എനിക്ക് തോന്നുന്നു കേരളത്തിലെ മറ്റൊരു നിയമസഭാ മണ്ഡലത്തിലൊരു MLAയ്ക്കും ഇത്തരത്തിൽ ഒരു 229 കുടുംബങ്ങളെ അവർക്ക് സുരക്ഷിതമായ വാസയോഗ്യമായ വീട് നിർമ്മിച്ച് മാറ്റി താമസിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല എന്നത് യാഥാർത്ഥ്യമാണ്. അതോടൊപ്പം തന്നെ തയ്യൽ മെഷീൻ, 100 കണക്കിന് തയ്യൽ മെഷീനാണ് ഈ പദ്ധതി വഴി വി ഡി സതീശൻ വിതരണം ചെയ്തത്. പശുവിനെ നൽകിയിട്ടുണ്ട് അദ്ദേഹം. ഈ നെയ്ത്തു തൊഴിലാളികൾക്ക് നഷ്ടപ്പെട്ടു പോയ ഉപകരണങ്ങൾ വാങ്ങി നൽകിയിട്ടുണ്ട്. അത്തരത്തിൽ നിരവധിയായ പദ്ധതികൾ ആളുകൾക്ക് നൽകി. ഇതൊന്നും വി ഡി സതീശൻ അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, ഞാൻ എൻ്റെ കയ്യിലെ പണം ഉപയോഗിച്ചല്ല ഇത് നൽകുന്നത്. സുമനസ്സുകളായ ആളുകളുടെ വൻകിട കോർപ്പറേറ്റ് കമ്പനികളിൽ നിന്ന് ചില സ്പോൺസർമാരെ കണ്ടെത്തിയാണ് അദ്ദേഹം ഇത്തരത്തിൽ 229 വീട് നിർമ്മിച്ചത്. ഒരു വീടിന് ഏറ്റവും ചുരുങ്ങിയത് 8 ലക്ഷം രൂപ വെച്ച് നമ്മൾ കൂട്ടിയാൽ 225 വീട് നിർമ്മിക്കാൻ എത്ര ലക്ഷം രൂപ തുകയാകും നമുക്ക് പരിശോധിച്ചാൽ അറിയാം. ഇതൊന്നും അദ്ദേഹത്തിൻ്റെ സ്വന്തം കയ്യിൽ നിന്ന് എടുത്ത് കൊടുക്കാനുള്ള ആസ്തി അദ്ദേഹത്തിനില്ല, അല്ലെങ്കിൽ MLA ഫണ്ടിൽ നിന്ന് പോലും ഇത്തരത്തിൽ വീട് നിർമ്മിച്ച് നൽകാൻ കഴിയില്ല. ഇത് സംസ്ഥാന സർക്കാരിന് അറിയാത്ത കാര്യമല്ല. ഇപ്പോൾ സർക്കാർ പറയുന്നത് അദ്ദേഹം ലണ്ടനിൽ പോയി ഒരു പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ അവിടെ ഇപ്പോൾ സർക്കാർ കൊട്ടിഘോഷിച്ച് പുറത്തുവിട്ട ഒരു വീഡിയോ അദ്ദേഹം ആ പരിപാടിയിൽ ആളുകളോട് പറയുകയാണ്, എൻ്റെ നിയോജക മണ്ഡലത്തിൽ പ്രളയം വന്നപ്പോൾ അവരുടെ ജീവനോപാധിയായ തയ്യൽ മെഷീൻ നിരവധി ആളുകൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അവർക്ക് തയ്യൽ മെഷീൻ വാങ്ങാൻ നിങ്ങളെ കൊണ്ടാകുന്ന സഹായം അവർക്ക് ചെയ്യണം. അത് ഞാൻ പറയുന്ന ഒരു അക്കൗണ്ടിലേക്ക്, അതായത് അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ അക്കൗണ്ടിലേക്ക് നൽകണം. അതോടൊപ്പം തന്നെ ഈ വൻകിട കമ്പനികൾ, അത് വലിയ മുത്തൂറ്റ് ഗ്രൂപ്പിനെ പോലെയുള്ള കോർപ്പറേറ്റ് കമ്പനികൾ വീട് നിർമ്മിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിലേക്ക് പണം വാങ്ങുകയല്ല, അദ്ദേഹം ഒരു സ്ഥലം കാണിച്ചു കൊടുക്കും. ആ സ്ഥലം കാണിച്ചു കൊടുത്ത് അദ്ദേഹം പറയുന്നത്, ഈ സ്ഥലത്ത് നിങ്ങൾക്ക് വീട് നിർമ്മിച്ചു കൊടുക്കാം. പിന്നീട് ആ വീട് ഏറ്റുവാങ്ങുന്ന വ്യക്തി അല്ലെങ്കിൽ അതിൻ്റെ വീട്ടുടമസ്ഥനും ഈ കമ്പനിയും തമ്മിലാണ് കരാർ നൽകുന്നത്. ഈ വീട്ടുടമസ്ഥൻ പറയുന്ന സ്ഥലത്താണ് വീട് നിർമ്മിച്ച് നൽകുന്നത്. ഇതിൽ വി ഡി സതീശന് യാതൊരു പങ്കുമില്ലെന്ന് പകൽ പോലെ വ്യക്തമാണ്. അദ്ദേഹത്തിനെതിരായ പകപോക്കാൻ, രാഷ്ട്രീയ പ്രതികാരം തീർക്കാൻ CPM നടത്തുന്ന ഈ നീക്കം CPMന് തന്നെ തിരിച്ചടിയായി മാറില്ലേ? ഉറപ്പായിട്ടും ഇതിന് മുന്നേ തന്നെ പല നീക്കങ്ങൾ നടത്തിയതല്ല, CPMന് തന്നെ തിരിച്ചടിയായത് നമ്മൾ കണ്ടതാണ്. ഈ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പോലും അത് വ്യക്തമായി കണ്ടു. ഇപ്പോൾ ഒരു രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം വന്നപ്പോൾ സതീശൻ ശക്തമായ നിലപാടെടുത്തു. അപ്പോൾ ഇവരെന്താ ചെയ്തത്? ഇവരുടെ സൈബർ പോരാളികളെ കൊണ്ട് വി ഡി സതീശനെതിരെ ആക്രമണം അഴിച്ചുവിടുകയാണ് ചെയ്തത്. കാരണം സതീശൻ ശക്തമായൊരു നിലപാടെടുക്കുകയും പൂർണ്ണ ബോധ്യത്തിൽ തന്നെ രാഹുലിനെ ആ സമയം തന്നെ മാറ്റി നിർത്തുകയും ചെയ്തു. അത്രയും തൻ്റെ ഇടത്തോടെ ഒരു നിലപാടെടുത്തപ്പോൾ ഇവർ ശരിക്കും പതറിപ്പോയി. തീർച്ചയായും അവർ പ്രതീക്ഷിച്ചില്ല ഇങ്ങനൊരു നിലപാട് സതീശൻ എടുക്കുമെന്ന്. അപ്പോൾ അവർ ഉദ്ദേശിച്ച പോലെ കാര്യം നടന്നില്ല. അപ്പോൾ അവരെന്ത് ചെയ്തു? സതീശനെതിരെ ആക്രമണം ഉന്നയിക്കാൻ തുടങ്ങി. എങ്ങനെയാണ്? സതീശന്റെ എന്തോ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി രാഹുലിനെ ഒഴിവാക്കിയതാണ് എന്ന രീതിയിൽ അവരുടെ സൈബർ പോരാളികളെ കൊണ്ട് തന്നെ പ്രചരണം നടത്തുകയുണ്ടായി. എന്നാൽ അതും ഇവിടെ ഒന്നും വിലപ്പോയില്ല. പകരം എന്ത് പറ്റി? തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇതെല്ലാം കോൺഗ്രസിന് അനുകൂലമായി വരികയും CPM അതിൻ്റെതായ ഫലം അനുഭവിക്കുകയും ചെയ്തു. ഇപ്പോൾ എനിക്ക് ഓർമ്മ വന്ന മറ്റൊരു കാര്യം, അതായത് CBI അന്വേഷണം. ഇതിന് എത്ര സഡനായിട്ടാണ് CBI അന്വേഷണത്തെ കുറിച്ച് പറയുന്നത്? എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത് CPMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ ഈ കഴിഞ്ഞൊരു സമയത്ത് പറഞ്ഞതാണ്, CBI കൂട്ടിലടച്ച തത്തയാണ്, എന്തിനാണ് കൂട്ടിലടച്ച തത്തയെ കൊണ്ട് അന്വേഷിപ്പിക്കുന്നത്, SIT ഉണ്ടല്ലോ എന്ന് പറഞ്ഞ്. ഏത് കേസിലാണെന്ന് അറിയാമോ? നവീൻ ബാബുവിന്റെ മരണത്തിൽ. കുടുംബം CPMനോട് ചേർന്ന് നിൽക്കുന്ന ഒരു കുടുംബമായിരുന്നു, പാർട്ടി കുടുംബം തന്നെയായിരുന്നു. അദ്ദേഹം മരിച്ചു കഴിഞ്ഞപ്പോൾ ആ വീട്ടിൽ പോയി അദ്ദേഹത്തിന്റെ ഭാര്യയുമായി 20 മിനിറ്റോളം ഈ MV ഗോവിന്ദൻ മാസ്റ്റർ സംസാരിച്ചു. എന്ത് ചെയ്തതാണ്? ഈ അന്വേഷണത്തിന് അവർ മുന്നിട്ടിറങ്ങാതിരിക്കാനുള്ള എന്തൊക്കെ കുതന്ത്രങ്ങൾ മെനയുകയായിരുന്നു. പക്ഷേ ഈ അന്വേഷണം നേരായ രീതിയിലല്ല എന്ന് അവർക്ക് പൂർണ്ണമായി ബോധ്യപ്പെട്ടിട്ട് നവീൻ ബാബുവിന്റെ ഭാര്യയും കുടുംബവും അവർ CBI അന്വേഷണം ആവശ്യപ്പെട്ടപ്പോൾ പറഞ്ഞത് എന്തായിരുന്നു? CBI കൂട്ടിലടച്ച തത്തയാണ്, അതിൻ്റെ ഒന്നും ആവശ്യമില്ലെന്ന്. എന്നാൽ ഈ വിഷയത്തിൽ CBI അന്വേഷണം അവർ കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. അപ്പോൾ ഈ CBI ഇപ്പോൾ ഈ വിഷയത്തിൽ കൂട്ടിലടക്കപ്പെട്ട തത്തയല്ല. ഇതിപ്പോൾ അവർക്ക് തന്നെ അറിയാം, അന്വേഷണം മുന്നോട്ട് പോയാൽ വി ഡി സതീശൻ കുറ്റക്കാരനല്ല എന്ന് എല്ലാവർക്കും, ഈ വാർത്ത കൊടുത്ത മാധ്യമങ്ങൾക്ക് ഉൾപ്പെടെ അറിയാം. പക്ഷേ ഇനി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് UDFകാരെ, കോൺഗ്രസ്സുകാരെ, പ്രത്യേകിച്ച് വി ഡി സതീശനെ പോലെയുള്ള ഇവർക്ക് പ്രതിരോധം സൃഷ്ടിക്കുന്ന നേതാക്കന്മാരെ, രാഹുൽ മാങ്കൂട്ടത്തിൽ ഇവർക്ക് പ്രതിരോധം സൃഷ്ടിച്ചിരുന്ന ഒരു നേതാവ് തന്നെയായിരുന്നു.
മറ്റ് കഥകൾ എന്തോ ആകട്ടെ, പക്ഷേ ഇടതുപക്ഷത്തിന് ഒരു വെല്ലുവിളി തന്നെയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ. അതിന് ഈ രീതിയിൽ ആ ഒരു സമയം, ഇപ്പം ഇങ്ങനെ ഒരു വിഷയം ഉണ്ടായപ്പോൾ അത് ഏത് സമയത്ത് ഇവരെടുത്ത് ഉപയോഗിച്ചു എന്നുള്ളതാണ് അവിടെ ശ്രദ്ധേയമായിരിക്കുന്നത്. അതുപോലെ തന്നെ ഇനി ഇല്ലാ കഥകൾ പലതും ഇവർ മെനയുകയും ചെയ്യും. വി.ഡി. സതീശൻ ഉൾപ്പെടെയുള്ള പല നേതാക്കന്മാർക്കെതിരെ ഇനിയും കഥകൾ വരാനിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതെല്ലാം കേരളം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവരുടെ ഓരോ അതായത് കുതിർന്ന പടക്കങ്ങൾ പോലെയാണ് ഇവരുടെ ഈ ആരോപണങ്ങളും മാധ്യമങ്ങളെ കൂട്ടുപിടിച്ചുകൊണ്ട് ഇത് വീണ്ടും ചർച്ചയാക്കുന്നത്. അതെല്ലാം ഇവർക്ക് തന്നെ തിരിച്ചടിയാവും. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായതിനേക്കാൾ വലിയൊരു തിരിച്ചടിയായി തന്നെ CPM-ന്റെ മുന്നിൽ അത് ഉണ്ടാവുകയും ചെയ്യും. ഇപ്പോൾ റിപ്പോർട്ടർ ചാനലിൻ്റെ ഒരു ബംഗളൂരിൽ നടന്നൊരു കേസിൻ്റെ കാര്യങ്ങൾ ഇപ്പോൾ അറിഞ്ഞില്ലേ? അപ്പോൾ അതും ശരിക്കും പറഞ്ഞാൽ റിപ്പോർട്ടർ ചാനൽ ഈ CPM-നെ പ്രകീർത്തിച്ചുകൊണ്ടും അവർക്ക് വിടുപണി ചെയ്തുകൊണ്ടും അവരുടെ അതായത് കൈരളിയുടെ മറ്റൊരു താഴെയല്ല, കൈരളേക്കാൾ ഉപരിയായിട്ട് ഒരു പാർട്ടി ചാനൽ പോലെയാണ് ഈ റിപ്പോർട്ടർ ചാനൽ പ്രവർത്തിക്കുന്നത്, അവരുടെ വാർത്തകൾ പുറത്തുവിടുന്നത്. ഈ രാഹുൽ വിഷയത്തിൽ ഏറ്റവും അധികം കോൺഗ്രസിനെ താറടിച്ചു കാണിക്കാനായി വാർത്തകൾ ചെയ്തത്, ഏറ്റവും അധികം ചെയ്തത് റിപ്പോർട്ടർ ചാനൽ. പാർട്ടി പുറത്താക്കിയിട്ടും കോൺഗ്രസിനെ പ്രതികൂട്ടം നിർത്താൻ ശ്രമിക്കുന്നത്. കോൺഗ്രസ് മാതൃകാപരമായി നടപടി എടുത്തു. പിന്നെ അത് രാഹുലിനെ മാത്രം ആക്രമിക്കേണ്ട വിഷയമായിട്ട് പോലും അവർ കോൺഗ്രസിനെയാണ് ആക്രമിച്ചത്. സതീഷിനെയും നേതൃത്വത്തെയും വീണ്ടും വീണ്ടും ഇവരോട് ചോദിക്കുകയാണ്. ശ്രദ്ധിച്ചു കാണും നിതിൻ. കാരണം പുറത്താക്കിയതിന് ശേഷവും കോൺഗ്രസ് നേതാക്കന്മാരുടെ പുറകെ നടന്ന് മൈക്ക് വെച്ച് ചോദിക്കുകയാണ് രാഹുൽ വിഷയത്തിൽ. ഈ പുറത്താക്കി എന്നതിലപ്പുറത്തേക്ക് ഈ കോൺഗ്രസ് അതിലെന്താണ് ചെയ്യേണ്ടിയിരുന്നത്? ഇതെല്ലാം ഈ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. അപ്പം അതുപോലെ തന്നെ ഈ വിഷയവും ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പണ്ടത്തെ പോലെ ജനങ്ങൾക്ക് ഇതൊന്നും അറിയാതിരിക്കാൻ ഒരു വഴിയുമില്ല. കാരണം എല്ലാവരുടെയും വിരൽ തുമ്പിൽ തന്നെ വാർത്തകളെത്തും. വാർത്തകളുടെ അപ്ഡേറ്റ് എന്താവുമെന്ന് ആൾക്കാർ നോക്കിയിരിക്കുന്നുമുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ ഒരു ഗിമ്മിക്കുകൾ കാണിച്ച് കോൺഗ്രസിനെ തോൽപ്പിക്കാമെന്നോ അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുമെന്നോ ഇവർ കരുതുന്നത് വെറും മണ്ടത്തരമാണെന്ന് മാത്രമേ പറയാനുള്ളൂ. അതോടൊപ്പം തന്നെ ഈ CPM ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സതീഷിനെതിരായ ആക്രമണം ഒരു കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിന് കൂടുതൽ ഊർജ്ജം പകരുകയാണ്. വി.ഡി. സതീശൻ പറഞ്ഞത് ഞാൻ പേടിച്ചു പോയെന്ന് പറഞ്ഞേക്ക് പിണറായിയോട് എന്നാണ്. കാരണം അദ്ദേഹം അത്ര ലാഘവത്തോടു കൂടിയാണ് പറയുന്നത്. കാരണം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിന് കൃത്യമായി അറിയാം, തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ CPM-ന്റെ കൃത്യമായ നിലപാട് അല്ലെങ്കിൽ ഒരു നെറികെട്ട രാഷ്ട്രീയ നിലപാടാണിത്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ ഇവർ ചെയ്ത മറ്റൊരു കാര്യം, ഉമ്മൻചാണ്ടിക്കെതിരായ സോളാർ കേസുമായി ബന്ധപ്പെട്ട് കേരളം മറക്കില്ല, CBI അന്വേഷണത്തിൽ വിടുകയും ആ CBI അന്വേഷിച്ച് പഴുതടച്ച് അന്വേഷിച്ച് ഉമ്മൻചാണ്ടിക്കെതിരെ ഒരു കേസ് ചാർജ് ചെയ്യാനുള്ള ഒരു തെളിവുമില്ല, ഉമ്മൻചാണ്ടി കുറ്റക്കാരനല്ല എന്ന് CBI വിധിക്കുകയും ചെയ്തു. അതേ അവസ്ഥയാണ് ഇവർക്ക് വരാൻ പോകുന്നത്. പക്ഷേ ഇവർ തെരഞ്ഞെടുപ്പ് മുഖത്ത് എന്നും ഇവർ CBI പോലുള്ള കേന്ദ്ര ഏജൻസികളെ കൂട്ടിച്ചേർക്കും. അതായത് തങ്ങൾക്കെതിരെ എന്തെങ്കിലും ഒരു കേസ് വരുമ്പോൾ CBI കൂട്ടിലടച്ച തത്തയും, മറ്റുള്ളവർക്കെതിരെ ഒരു CBI അന്വേഷണം വരുമ്പോൾ, അതായത് കോൺഗ്രസ് നേതാക്കന്മാർക്കെതിരെ CBI അന്വേഷണം വരുമ്പോൾ CBI വിശുദ്ധ പശുവുമായി മാറുന്ന CPM-ന്റെ ഇരട്ടത്താപ്പ് രാഷ്ട്രീയം കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയും. കേരളത്തിലെ ജനങ്ങൾ ഇതിനെല്ലാം മറുപടി നൽകും. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ CPM-നെ ശവപ്പെട്ടിയിൽ കുളിപ്പിച്ച് കിടത്തിയിട്ടേ ഉള്ളൂ. ആണി അടിക്കുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിലായിരിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. CPM ഭയന്നിരിക്കുകയാണ്. ആ ഭയപ്പാടിൽ നിന്നാണ് ഇത്തരത്തിൽ രാഷ്ട്രീയ എതിരാളികളെ ഏതെങ്കിലും തരത്തിൽ തേജോവധം ചെയ്ത് 4 വോട്ട് കിട്ടുമെന്ന് ശ്രമിക്കുന്നത്. പക്ഷേ ഇത് ഏറെ വിപരീത ഫലമാണ് ഉണ്ടാക്കാൻ പോകുന്ന സാമാന്യ ബുദ്ധിയും വിവരം CPM നേതാക്കന്മാർക്ക് ഇല്ലാതെ പോയെന്നാണ് ഞാൻ വിലയിരുത്തുന്നത്. അവരുടെ ബുദ്ധിയിൽ ഉദിക്കുന്നത് ഇത് ഒരു ചർച്ചയാക്കി വെക്കുമ്പോൾ ആൾക്കാരെല്ലാം കോൺഗ്രസിനെതിരാവും എന്ന ഒരു മൗഢ്യത്തിലാണ് ഇവർ ഇതൊക്കെ ചെയ്യുന്നത്. പക്ഷേ ഇതിന്റെ സത്യം എന്നായാലും പുറത്തു വരും. അതെല്ലാം ആൾക്കാർക്ക് മനസ്സിലാക്കാൻ കഴിയുമെന്നും ഈ മണ്ടന്മാർ അറിയുന്നില്ല. എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത് മറ്റൊരു കാര്യമാണ്. പിണറായി വിജയനെതിരെ ആരോപണങ്ങൾ ഉണ്ടായപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു ഡയലോഗുണ്ട്, മടിയിൽ കനമുള്ളവനല്ലേ പേടിക്കേണ്ടിയുള്ളൂ. ഈ ഒരു കാര്യം മാത്രമാണ് ഈ ഒരു അവസരത്തിൽ അദ്ദേഹത്തെ പിന്തുണച്ചുകൊണ്ട് ഈ വാർത്തയെ ഇത്രയും ഹൈലൈറ്റ് ചെയ്ത് സമൂഹത്തിന് മുന്നിൽ അവതരിപ്പിക്കുന്ന മാധ്യമങ്ങളോട് പറയാനുള്ളത്. ഇപ്പൊ വി.ഡി. സതീശൻ അത് തുറന്നു പറഞ്ഞു കഴിഞ്ഞു. അദ്ദേഹത്തിന്റെ ആ ആത്മവിശ്വാസമാണ് അത് പറയിച്ചത്. അദ്ദേഹം തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ള ആത്മവിശ്വാസം. അതുകൊണ്ട് ഇവരോട് പറയാനുള്ളത് ഒന്നേ ഉള്ളൂ, മടിയിൽ കനമുള്ളവൻ മാത്രം പേടിച്ചാൽ മതി. അപ്പോൾ നമുക്ക് അറിയാം, കേരളത്തിലെ ജനങ്ങൾക്കും അറിയാം, വി.ഡി. സതീശന്റെ ആത്മവിശ്വാസത്തിന്മേൽ ജനം പറയും, മടിയിൽ കനമുള്ളവൻ പേടിച്ചാൽ മതി.